നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഞാൻ പറയേണ്ടത്? എംബാരസിങ്, ഷെയിംഫുൾ. ഐ തിങ്ക് ഇതുപോലുള്ള ഒരു മാച്ച് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഫുള്ളാമിനെതിരെ എങ്ങനെയൊക്കെയോ ഒരു സമനിലയൊക്കെ അടിച്ചു. പക്ഷേ ഇന്ന് നമ്മളെ ബാറ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കും. കാരണം അത്രയ്ക്കും ചാൻസുകളാണ് ബോൺമൗത്ത് ഇന്നത്തെ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. 1-0 പരാജയപ്പെട്ടു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടൈറ്റ് ആയിട്ടുള്ള മത്സരമായിരിക്കും. അല്ല, 21ഓളം ചാൻസുകളാണ് ബോൺമൗത്ത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും ടീം ആണെങ്കിൽ അവരെ എക്സ്റ്റി ഒക്കെ വെച്ചിട്ട് ഒരു 8-9 ഗോളൊക്കെ ഈസി ആയിട്ട് അടിക്കേണ്ട ചാൻസുകൾ ബോൺമൗത്ത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഡോമിനേറ്റ് ചെയ്തു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അടിക്കുന്നു. നമ്മളെ ഒരു ചാമ്പ്യൻഷിപ്പ് ടീമിനെതിരെ കളിക്കുന്ന പോലെയാണ് ബോൺമൗത്ത് ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത്. ഐ തിങ്ക് ആൻഡ് പോസ്റ്റോകോഗ്ലു ഷുഡ് ഗോ. ഹി ഡോണ്ട് ഹാവ് എ ക്ലൂ. പുള്ളിക്ക് എന്നാ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പുള്ളി ഇപ്പോഴും വിചാരിക്കുന്നത് ഓസ്ട്രേലിയൻ ലീഗാണ് അല്ലെങ്കിൽ ജാപ്പനീസ് ലീഗാണ്. ഒരു ടാക്ടിക്കൽ പ്ലാനും വെച്ചിട്ട് പ്രീമിയർ ലീഗിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന, ഇതിലും വലിയ കോച്ചുകൾ വന്നിട്ട് പയറ്റിയിട്ട് തോറ്റുപോയിട്ടുള്ള ഫീൽഡാണ്. നിങ്ങൾ പ്രീമിയർ ലീഗിനെതിരെ നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ടാക്ടിക്കലി മൂവ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ല. പുള്ളി കഴിഞ്ഞ 5 മത്സരത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. സാക്കബിൾ ഒഫൻസ് ആണ്. ഇപ്സ്വിച്ചിനെതിരെ പരാജയപ്പെട്ടു. പിന്നെ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ കൊണ്ട് കളഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ യൂറോപ്പ് ലീഗിലേക്ക് പോയപ്പോൾ AS റോമയ്ക്കെതിരെ സമനില, അതിനുശേഷം ഫുൾഹാമിനെതിരെ സമനില, ബ്രൈറ്റന്റെ സൈഡിൽ നിന്ന് 2 ഗോളിന്റെ ലീഡ് ഉണ്ടായിട്ട് പരാജയപ്പെട്ടു, ലെസ്റ്ററിനെതിരെ സമനില. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് നമുക്ക് ബാഡ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അയ്യോ നമുക്ക് ഇഞ്ചുറി ആണ്. ഇഞ്ചുറി ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇഞ്ചുറി ഉണ്ടെങ്കിൽ ടാക്ടിക്കലി അഡാപ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ടീമിനെ സെറ്റ് ചെയ്യും, കൗണ്ടർ കളിക്ക്. ഒരു ലോജിക്കലായിട്ട് കളിക്കാൻ പുള്ളിയുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഒരു പ്ലാൻ എ വെച്ചിട്ട് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റുമെന്ന് പുള്ളി ഒന്ന് അനലൈസ് ചെയ്താൽ നന്നായിരിക്കും. എന്തായാലും ഇന്നത്തോടു കൂടി പുള്ളിയുടെ ആപ്പീസ് പൂട്ടുന്നാണ് തോന്നുന്നത്. കാരണം ഫാൻസിനൊക്കെ മതിയായി. 1-2 പ്ലേയേഴ്സിനെ പറ്റി പറയണം. ഒന്ന് സോളാങ്കി. പുള്ളീനെ സൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഹെഡേക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ പുള്ളിയാണെങ്കിൽ സ്പീഡില്ലാതെ പമ്മി നടക്കുന്നു. കിട്ടിയ ചാൻസുകൾ ഒരു ടാർഗറ്റിൽ അടിക്കാൻ പോലും പുള്ളിക്ക് കഴിയുന്നില്ല. നമ്മൾ ആകെ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾ റോക്കറ്റ് ഷിപ്പിൽ കയറിയിട്ട് വേറെ ഗ്രഹത്തിൽ പോകാനൊന്നും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രൈക്കർ എടുത്ത് പറയുന്നത്. അതുപോലും പുള്ളിക്ക് പറ്റുന്നില്ല. മിഡ്ഫീൽഡിലാണെങ്കിൽ പിള്ളേരെ വെച്ചിട്ട് അങ്ങോട്ട് ചാടറ എന്ന് പറയുമ്പോൾ പിള്ളേർ അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ആക്ച്വലി ചേസിങ് ഷാഡോസ്. നോ ഐഡിയ എന്താണ് പിച്ചിൽ നടക്കുന്നതെന്നോ എങ്ങനെ കൗണ്ടർ അറ്റാക്ക് നടക്കുന്നോ ഒന്നും അവർക്ക് ഐഡിയ ഇല്ല. ഇവിടെ ആർച്ചി ഗ്രേയുടെ കാര്യം പറയുന്നത്, പുള്ളിക്ക് ചാമ്പ്യൻഷിപ്പ് ലെവൽ ടീമിൽ പോലും കളിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തൊരു പ്ലെയർ ആണ്. എന്തിനാണ് പുള്ളിയൊക്കെ സൈൻ ചെയ്ത് ഫസ്റ്റ് ടീം കളിപ്പിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ കാരണക്കാർ ആ ഡാനിയൽ ലിവിയുടെ പ്രോഫിറ്റ് ബിഫോർ ഗ്ലോറി എന്നുള്ള ടാക്ടിക്കൽ അപ്രോച്ച് തന്നെയാണ്. അതിനുശേഷം മിഡ്ഫീൽഡ് കഴിഞ്ഞാൽ ഡിഫൻസിലൊക്കെ വൻ കോമഡിയാണ് കാര്യങ്ങൾ. നമ്മൾ ലഗാനിലൊക്കെ കാണുന്നത് പോലെ ഒരു ബോൾ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഓടുന്നു, ബോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടുന്നു. എത്ര പ്രാവശ്യമാണ് ബോൺമൗത്ത് ഒരു 1-2 എടുത്തിട്ട് ബോൾ കൊണ്ടുപോയെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അത്ഭുതപ്പെട്ടു. ഈ പ്ലേയേഴ്സ് തമ്മിൽ യാതൊരു സംസാരവും ഇല്ല. പിന്നെ നമ്മൾ ഗോൾ കീപ്പറെ സൈൻ ചെയ്യുന്നില്ല. ഇപ്പോഴും ഫ്രേസർ ഫോസ്റ്റർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കാണിച്ചു കൂട്ടി ഇന്നത്തെ കാര്യങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ പത്തറ്റി ഇങ്ങനെയാണ് ഒരു ഫുട്ബോൾ ക്ലബ്ബ് റൺ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ആലോചിക്കേണ്ടി വരും. ക്ലബിൻ്റെ സിറ്റുവേഷൻ ടോപ്പ് ടു ബോട്ടം ഒരു ഭയങ്കര മോശപ്പെട്ട സ്ഥിതിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. മാനേജ്മെൻറ്റ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. മാനേജർ ആണെങ്കിൽ ഒരു പ്ലാൻ വെച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5-6 മത്സരങ്ങളിൽ നിന്ന് നമുക്കാകെ 3 പോയിന്റ് മാത്രമേ നേടാൻ പറ്റിയിട്ടുള്ളൂ. പല മത്സരങ്ങളിലും യാതൊരു കാരണമില്ലാതെ നമ്മൾ പരാജയപ്പെടുന്നു. അത് മാത്രമല്ല, 10ാം സ്ഥാനത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ബോമൗത്ത് പോലും നമ്മൾ മുമ്പിലേക്ക് എത്തി. ഇപ്പോൾ ഒരു ടോപ്പിലിരിക്കുന്ന ക്ലബ്ബുമായിട്ട് 15 പോയിന്റിൻ്റെ ഡിഫറൻസ് ആണ് സ്പേഴ്സിനുള്ളത്. 14 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 6 തോൽവികൾ. ഇത് എനിക്ക് തോന്നുന്നു സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലി ഭയങ്കര മോശപ്പെട്ട ഒരു സീസണാണ്. പുള്ളി ഇങ്ങനെ പോവുകയാണെങ്കിൽ
ചെൽസി മത്സരം കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവും. അടുത്ത മത്സരത്തിനൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അവരെന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ബെൻ ഡേവിഡ്സിന് പുതിയൊരു ഇഞ്ചുറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാഫ് ഓഫ് ദി ടീം പുറത്താണ്. ഈ ടീമിനെ വെച്ച് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസി 5-6 ഗോളൊക്കെ ഫസ്റ്റ് ഹാഫത്തിന് അടിച്ചു തരും. അതിൽ യാതൊരു സംശയവും. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.